അതിഥികളായി സി പി ജോൺ CMP പ്രതിനിധി, CPM പ്രതിനിധി M പ്രകാശൻ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിലേക്ക്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, കേരളത്തെ അധിക്ഷേപിച്ച കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുമോ? അരുൺകുമാർ, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇപ്പോൾ നിങ്ങളുടെ ഈ വാർത്തയുടെ ഭാഗമായിട്ടാണ് കേൾക്കുന്നത്. അതിലെന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ കേരളത്തിന് ഒരു മാധ്യമപ്രവർത്തകൻ്റെയോ അതല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിലോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സ്വാഭാവികമായും ആരും പറയുക. ബീഹാറിന് കൊടുത്തല്ലോ, കേരളത്തിന് എന്താ കൊടുക്കാത്തത് എന്നൊരാൾ ചോദിച്ചാൽ ബീഹാറിന് കൊടുത്തതിൻ്റെ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കേരളത്തിന് കിട്ടാത്തതിൻ്റെ കാരണങ്ങളും പറയും. സ്വാഭാവികമായിട്ടുള്ള നിലപാടാണത്. അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരണത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെയോ ഭാഗമായിട്ടല്ലല്ലോ അത് പറയുന്നത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഒരു പിന്നാക്ക ബഡ്ജറ്റ് ആയിട്ടാണോ? അങ്ങനെ ഒരു ബഡ്ജറ്റ് നമ്മുടെ നാട്ടിലുണ്ടോ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? അല്ല, അങ്ങനെ ഒരു മുന്നോക്ക ബഡ്ജറ്റ് എന്നുള്ള നിലക്കല്ലല്ലോ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ബഡ്ജറ്റ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഈ രാജ്യത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഏതാണ്ട് 51 ലക്ഷം കോടി രൂപയുടെ അതിനടുത്ത് കോടി രൂപയുടെ ഏറ്റവും ബൃഹത്തായിട്ടൊരു ബഡ്ജറ്റ്, സർവമാന മേഖലകളെയും വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഏതാണ്ട് 150ഓളം വരുന്ന പ്രത്യേകമായിട്ടുള്ള മേഖലകൾ എടുത്തു പറഞ്ഞുകൊണ്ട് സർവസ്പർശിയായ ബഡ്ജറ്റ് എന്ന് പറയുന്നതാവും കുറച്ചുകൂടി സർവസ്പർശിയായ ബഡ്ജറ്റിൽ ബീഹാറിന് വേണ്ടി മാത്രം 6 തവണയാണ് ആ വാക്ക് ഉപയോഗിച്ചത് ധനമന്ത്രി. ബീഹാറിന് വേണ്ടി താമരമുട്ടുമായി ബന്ധപ്പെട്ട് മഖാന ബോർഡ് രൂപീകരിക്കുന്നു, ബീഹാറുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഗ്രീൻഫീൽഡ് എയർപോർട്ട് വരുന്നു, ബീഹാറുമായി ബന്ധപ്പെട്ട് പുതിയ പട്ന IIT വികസനം വരുന്നു, ബീഹാറിൻ്റെ കാർഷിക ബോർഡ് രൂപീകരിക്കുന്നു, ഭക്ഷ്യമേഖലയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി വരുന്നു. ഇങ്ങനെ കൈ അയച്ച് സഹായിക്കുകയാണ് ബീഹാറിനെ. കേരളത്തിന് എന്തുണ്ട് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? ഇവിടെയാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കേരളത്തെ പരിഹസിക്കുകയാണോ എന്ന സംശയം വരുന്നത്. കേരളത്തിനൊന്നുമേ കിട്ടിയില്ല, കിട്ടാത്തതിൻ്റെ കാരണം പറയുകയാണ്. നമ്മൾ മുൻപിലല്ലേ, അതുകൊണ്ട് കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. 15ാം ധനകാര്യ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് അതല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാണ്ട് 15 സൂചികകൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അതാത് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതത്തെ സംബന്ധിച്ചുള്ള നിലപാടുകൾ 15ാം ധനകാര്യ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അത് 10ാം ധനകാര്യ കമ്മീഷൻ്റെ വസ്തുതകളോട് തുലനം ചെയ്തുകൊണ്ട് കേരളത്തിന് കിട്ടിയത് കുറവാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. സ്വാഭാവികമായും കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങളും, ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല, അത് ഈ ടാക്സിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ടാണല്ലോ താങ്കൾ ഈ പറയുന്നത്. 1.925 എന്നുള്ളത് 10ാം ധനകാര്യ കമ്മീഷന്റെ പകുതിയാണ് എന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. പ്രത്യേക പാക്കേജുകൾ കേരളം ആവശ്യപ്പെട്ടില്ലേ? 24,000 കോടി GST നഷ്ടമടക്കം കേരളത്തിന് ഉൾപ്പെടുത്തണം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് 2,000 കോടി എവിടെ? വിഴിഞ്ഞം വലിയ പദ്ധതിയല്ലേ, രാജ്യത്തിന് വലിയ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയല്ലേ, എവിടെ? പ്രവാസികൾക്ക് എവിടെ? കാർഷിക റബ്ബർ ബോർഡിന് എവിടെ? ഈ പദ്ധതികളൊന്നും കാണുന്നില്ലല്ലോ. ഇത് ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലല്ലല്ലോ. അരുൺ, ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാത് മേഖലകൾക്ക് വകയിരുത്തുന്ന തുകകളിൽ നിന്നാണ്, അത് ബോർഡുകളെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് വികസന പദ്ധതികളെ സംബന്ധിച്ചാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തെ സംബന്ധിച്ചാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ പദ്ധതികളെ സംബന്ധിച്ചാണെങ്കിലും കാർഷിക മേഖലയെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ വകയിരുത്തുന്നത് അതാത് മേഖലകൾക്ക് വകയിരുത്തുന്ന ഫണ്ടിൽ നിന്നാണത് കൊടുക്കുന്നത്. അങ്ങനോട് ഓരോ ബോർഡ് അതല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത് 150ഓളം വരുന്ന ഹെഡുകളിലായിട്ടാണ് ആ ഫണ്ടുകൾ വകയിരുത്തിയിട്ടുള്ളത്. അത് കേരളത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അരുണിനോട് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന എല്ലാ ഹെഡുകളിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച 150 ഹെഡുകൾ എന്ന് പറയുന്നത് ഈ ബജറ്റിൻ്റെ കീ ഫീച്ചേഴ്സിൻ്റെ ഭാഗമായത് പബ്ലിക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണല്ലോ. അതിൽ പറയുന്ന എല്ലാ ഹെഡുകളിലും പറഞ്ഞിട്ടുള്ള പണത്തിൻ്റെ വിഹിതം എന്നുള്ള നിലക്ക് നമ്മുടെ സംസ്ഥാനത്തിന് എങ്ങനെയാണ് കിട്ടുക?
കേരളത്തിന് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഖജനാവിലേക്കല്ലല്ലോ പണം കിട്ടുന്നത്. അത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴി നടപ്പാക്കേണ്ട പദ്ധതികൾ, ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും നടപ്പാക്കേണ്ട പദ്ധതികൾ, സംസ്ഥാനം നടപ്പാക്കേണ്ട പദ്ധതികൾ, അതെല്ലാം ഉൾപ്പെടെയുള്ളതാണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉൾപ്പെടെയുള്ള ഫണ്ട് വിഹിതത്തിന്റെ ഭാഗമാണ് ഈ ബജറ്റ് അലോക്കേഷനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10-11 വർഷമായി നമ്മൾ സ്വപ്നം കാണുന്നു. സ്ഥലമെടുത്തിട്ടുണ്ട് കിണാലൂരിൽ. എന്താ എയിംസ് പ്രഖ്യാപിക്കാത്തത്? അത് ഏത് ഹെഡിൻ്റെ പ്രശ്നമാണ്? ഏത് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ്റെ പ്രശ്നമാണ്? അരുൺ അടക്കമുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനടക്കമുള്ള ആളുകൾക്കും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും എയിംസ് എന്നുള്ളത് സ്വപ്നം കാണാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടായത് അരുൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10-11 വർഷത്തിനിടയിലുള്ള മോഡി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. അതിന് മുൻപുള്ള കോൺഗ്രസിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, UPA ഭരിച്ചിരുന്ന കാലഘട്ടം, ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ഭരിച്ചിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇത് സ്വപ്നം കാണാനോ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്. സ്വപ്നം കാണാനുള്ള അവസരം തന്നത് വലിയ രാഷ്ട്രീയ നേട്ടമൊന്നുമല്ല. അത് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കണം എന്ന് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനതയോട് പറയുന്നത് കേരളം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് പരിഗണനയും കേരളത്തിന് പരിഹാസമോ എന്നാണ് ചോദ്യം. നമുക്കിപ്പോൾ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, BJP പ്രതിനിധി, M പ്രകാശൻ, CPM പ്രതിനിധി, CMP നേതാവ് CP ജോൺ എന്നിവരാണ്. പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ BJP പ്രതിനിധി അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് വിവിധ ഹെഡുകളിലാണ് ഈ ബഡ്ജറ്റിൽ അലോക്കേഷൻ വരുന്നത്. സംസ്ഥാനങ്ങൾ 22 സംസ്ഥാനങ്ങളെയും എടുത്ത് ഈ സംസ്ഥാനത്തിന് ഇത്ര എന്ന നിലയിലല്ലല്ലോ. അതിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയിൽ നേരത്തെ മിനിസ്റ്റർ കുര്യൻ പറഞ്ഞതുപോലെ പിന്നാക്കാവസ്ഥ പരിഗണിക്കും. ആ പിന്നാക്കാവസ്ഥ പരിഗണിക്കുമ്പോൾ ബീഹാറിന് അധികം കിട്ടുന്നതിന് കേരളം ക്ഷോഭിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ദേശീയ ബഡ്ജറ്റ് അല്ലേ എന്നതാണ് BJPയുടെ വാദം. ബജറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിലെ ദാരിദ്ര്യത്തിൻ്റെ മാത്രം വിഷയം ചർച്ച ചെയ്യുന്ന ഒരു രേഖയല്ല. രാജ്യത്തിൻ്റെ സമതുലിതമായ വികസനത്തിന് വേണ്ടി ഓരോ സംസ്ഥാനങ്ങൾക്കും എന്താണ് പങ്ക് നൽകുന്നത് എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന ഒരു രേഖയാണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് 25 ലക്ഷം കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ 40,000 കോടി രൂപ പോലും കേരളത്തിന് തന്നില്ല എന്നുള്ളതാണല്ലോ ഈ ബജറ്റിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഈ ബജറ്റിനകത്ത് ബീഹാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 തവണ ബജറ്റിൽ ബീഹാറിനെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ബീഹാറിന് കൊടുത്ത കാര്യങ്ങൾ സംബന്ധിച്ച് നിങ്ങളിവിടെ പറഞ്ഞു. ഇവിടെ കേരളത്തിന് ആകെ കിട്ടുന്ന സംഖ്യ 24,772 കോടിയാണ് നമ്മുടെ നികുതിയിൽ നിന്ന്. നേരത്തെ 12.89 ലക്ഷം കോടി പങ്കുവെച്ച സ്ഥാനത്ത് ഈ കൊല്ലം പങ്കുവെക്കുന്ന സംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. 14.22 ലക്ഷം കോടി പങ്കുവെക്കുന്നുണ്ട്. അതിൽ പോലും കേരളത്തിന് അർഹമായ നിരക്കുള്ള വിഹിതം കിട്ടുന്നില്ല. ഇപ്പം നിങ്ങൾ പരിശോധിച്ചാൽ UPക്ക് ആകെ നികുതി വിഹിതത്തിൻ്റെ 10% കൊടുക്കുകയാണ്, ബീഹാറിന് 10.5% കൊടുക്കുകയാണ്, മധ്യപ്രദേശിന് 7.8% കൊടുക്കുകയാണ്. കേരളത്തിന് അത്രയൊന്നും ജനസംഖ്യ ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണല്ലോ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന് 48,487 കോടി രൂപ കൊടുക്കുന്നു. അവിടെയാണ് കേരളത്തിന് 24,772 കോടി മാത്രം കൊടുക്കുന്നത്. അല്ല, അവിടെയാണ് ജോർജ് കുര്യൻ മിനിസ്റ്റർ ചോദിക്കുന്നത്. കേരളം വിദ്യാഭ്യാസത്തിൽ മുന്നിലല്ലേ, പൈസ എന്തിനാ? കേരളം സാമൂഹികാവസ്ഥയിൽ മുന്നാക്കമല്ലേ, പൈസ എന്തിനാ? പിന്നാക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പം ഛത്തീസ്ഗഡിൽ ഇതുപോലെ പണം വരും. ഇതിൽ കേരളം ഈ രാജ്യത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വികാസത്തിന് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ട് കേരളം പല രംഗത്തും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സാമ്പത്തിക സർവേക്കകത്ത് കൃത്യമായിട്ട് ധനമന്ത്രി പ്രഖ്യാപിച്ചതാണ്. അതിന് ശിക്ഷയായിട്ട് കേരളത്തിന് പണം കൊടുക്കില്ല എന്ന് പറയുന്ന നിലപാടിനെ എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയുക? ഞാൻ ചോദിക്കട്ടെ, ബീഹാർ പിന്നോക്കാവസ്ഥയിലുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ടാണോ ഇത്രയേറെ കാര്യങ്ങൾ ബീഹാറിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ബജറ്റിൽ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, മഖാന താമരവിത്തിൻ്റെ ബോർഡ്, ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളം, പറ്റ്നയിലുള്ള IIT വികസനം, പറ്റ്നയിലുള്ള വിമാനത്താവള വികസനം, ബീഹാറിന് ഫുഡ് ഹബ് ആക്കും, അതുപോലെ യൂറിയ പ്ലാന്റ്, എന്തെന്ത് പദ്ധതികൾ ബീഹാറിന് കൊടുത്തിരിക്കുന്നു. കേരളം ന്യായമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ഒരു പൈസ പോലും ഇല്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിട്ടുള്ള വയനാട്ടിലെ ഉരുൾപൊട്ടൽ. അതിന് പ്രത്യേകമായ എന്തെങ്കിലും സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നോ? ഇവിടെ ഈ കേരളത്തിലെ കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലക്ക് കൃഷിക്ക് സഹായം നൽകണം എന്നുള്ള കാര്യം ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിർമ്മലാ സീതാരാമൻ പറയുന്ന കാര്യം എന്താ? വികസനത്തിൻ്റെ ആദ്യത്തെ എഞ്ചിൻ കാർഷിക രംഗമാണ്. വികസനത്തിന് ആദ്യത്തെ എഞ്ചിൻ കാർഷിക രംഗമാണെങ്കിൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട കൃഷി എന്നുള്ളതിലേക്ക് നെല്ലിന്, നാളികേരത്തിന്, റബ്ബറിന്, അതിനെല്ലാം സഹായം നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് വരണ്ടേ? എന്ന് മാത്രമല്ല, കാർഷിക രംഗത്തോട് ഉൾപ്പെടെ ഈ ഗവൺമെൻറ് കാണിക്കുന്ന ഒരു നിലപാടെന്താ? നിങ്ങൾ കാണുമ്പോൾ ഈ ബജറ്റിനകത്ത് രാജ്യം ഇത്രയും കാലം ഈ കഴിഞ്ഞ 10-11 കൊല്ലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് കൈകാര്യം ചെയ്തു വന്നിട്ടുള്ള കോർപ്പറേറ്റ് നയങ്ങളുണ്ടല്ലോ, ആ നയങ്ങൾ എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയുക എന്നുള്ളതല്ലേ ഈ ബജറ്റ് പരിശോധിക്കുന്നത്. ഇപ്പം ഏതെങ്കിലും നിലക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ഒരു നാടിൻ്റെ വികസനം. ഇവിടെ ആദായ നികുതിയിൽ ഇളവ് കൊടുത്തു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ,
ആദായനികുതിയുടെ ഇളവിൻ്റെ ഫലമായിട്ട് എത്ര ശതമാനം ആളുകൾക്കാണ് നേട്ടമുണ്ടാവുക? ഈ രാജ്യത്തിലെ ആകെ ജനസംഖ്യയുടെ 1% താഴെ അല്ലേ? അതിനുവേണ്ടിയുള്ള പണം എവിടെ നിന്ന് എടുക്കുന്നത്? അതിനുവേണ്ടിയുള്ള പണം എടുക്കുന്നത് സബ്സിഡികൾ വെട്ടിച്ചുരുക്കൊണ്ടാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും എത്ര മേഖലയിലാണ് സബ്സിഡി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, ഇതിനെല്ലാം വിഹിതം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. വളം സബ്സിഡി മാത്രം 3400 കോടി കുറച്ചിരിക്കുന്നു. വള സബ്സിഡി കുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യൂറിയ സബ്സിഡി വെട്ടിക്കുറച്ചിരിക്കുന്നു. ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇങ്ങനെ രാജ്യത്തിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പണമെടുത്ത് അത് സമ്പന്നന്മാർക്ക് കൊടുക്കുക, ഇതല്ലേ നിലപാട്? 1,00,000 കോടിയാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. 1,00,000 കോടിയുടെ വരുമാന കുറവുണ്ടാവും ഈ ആദായ നികുതിയിൽ 12 ലക്ഷം വരെ ഇളവ് കൊടുത്താൽ. ആ പണം എവിടുത്തെ ഉണ്ടാക്കുന്നത്? വേണമെങ്കിൽ കേന്ദ്രത്തിന് കോർപ്പറേറ്റുകൾ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ വാങ്ങണം, ക്രയവിക്രയം നടക്കണം, ക്യാഷ് ഫ്ലോ ഉണ്ടാവണം. അതിനുവേണ്ടിയാണെന്നുള്ളതാണ് സർക്കാരിന്റെ സാമ്പത്തിക വാദം. ജനങ്ങളിലേക്ക് തിരികെ വരാം. സി എം പ്രകാശ് മാസ്റ്റർ, നമുക്ക് CP ജോൺ ഉണ്ട്, LDF പ്രതിനിധി. CP ജോൺ, എങ്ങനെയാണ് താങ്കൾ ജോർജ് കുര്യന്റെ പ്രസ്താവനയെ കാണുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ് ബഡ്ജറ്റിൽ കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, കേരളത്തോടുള്ള അവഗണനയുടെ രാഷ്ട്രീയ രേഖയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ, അസന്തുലിതമായൊരു ഫെഡറൽ സ്ട്രക്ചർ ഈ ബഡ്ജറ്റിലൂടെ പ്രതിഫലിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ പിന്നാക്കാവസ്ഥയില്ലല്ലോ, പിന്നെങ്ങനെ തരും എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ സുരേഷ് ഗോപിയെ പോലെ പൊതുവിൽ വിടുവായുത്തം പറയുന്ന ഒരാളല്ല നമ്മുടെ ജോർജ് കുര്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് അധികം ന്യായീകരണ തൊഴിലാളികൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ പിൻവലിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാച്ചറിനും BJPക്കും കേരളത്തിനൊക്കെ നല്ലത്. കാരണം ആ പറഞ്ഞതിൽ ഒരുപാട് കൺഫ്യൂഷൻ, നമ്മൾ ചർച്ച ചെയ്യുന്നതിലും കുറേ കൺഫ്യൂഷനുണ്ട്. ഒന്ന് ബജറ്റാണ്, മറ്റൊന്ന് പ്ലാനിംഗ് കമ്മീഷനാണ്. ഇപ്പോൾ ജോർജ് കുര്യൻ്റെ ആ പ്രസ്താവനയെ അതിൻ്റെ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ കയറി മുറിച്ചാൽ അദ്ദേഹം പറയുന്നതിൽ ഒരുപാട് ഇനാക്യുറസീസ് ഉണ്ട്, അല്ലെങ്കിൽ സൂക്ഷ്മത കുറവുകളുണ്ട്. കാരണം ഒരു ഗവൺമെൻറ്റും ഞങ്ങൾ പിന്നോക്കാമെന്ന് പ്രഖ്യാപിക്കാറൊന്നുമില്ല. അതൊരു വേറൊരു പ്രോസസ്സാണ്. അദ്ദേഹം കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് പിന്നാക്കാവസ്ഥയിലുള്ള ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങൾക്ക് അവരുടെ ആളോഹരി വരുമാനം അനുസരിച്ച് ധനകാര്യ കമ്മീഷൻ്റെ ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് എന്നൊക്കെ പറയും, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കേരളം ഒരു കാലത്ത് ആളോഹരി വരുമാനത്തിൽ വളരെ പുറകിലായിരുന്നു, 70-കളിൽ 80-ലൊക്കെ. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് 10-20 കൊല്ലമായിട്ട് കേരള ആളോഹരി വരുമാനത്തിൽ വർദ്ധിച്ചു. നമ്മുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും ആളോഹരി വരുമാനം കുറഞ്ഞ കാലത്ത് തന്നെ നമുക്ക് കൂടുതലുണ്ടായിരുന്നതിനെയാണല്ലോ കേരള മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യവും മാത്രമല്ല, ആളോഹരി വരുമാനവും വർദ്ധിച്ചതോടുകൂടി നമ്മളിപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലുള്ള ക്ലബിലേക്ക് കയറി. അപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ നമ്മുടെ ഈ ലൊക്കേഷൻ നികുതി വഹിതം കുറഞ്ഞു. അത് പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസിന് വേണ്ടി നമ്മളെ സഹായിക്കുകയാണ് വേണ്ടതൊരു വാദം നിൽക്കുന്നു. പക്ഷേ ജോർജ് കുര്യൻ ഇതിനെല്ലാം കൺഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഒരു സ്റ്റേറ്റും അയ്യോ ഞങ്ങൾ പിന്നോക്കമാണേ എന്ന് പ്രഖ്യാപിക്കാറൊന്നുമില്ല, അത് ആ പ്രോസസ്സിൽപ്പെട്ടതല്ല. ഇനി അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഉടനെ പൈസ കൊടുക്കേണ്ടത് ബജറ്റുമായി ബന്ധപ്പെട്ടതുമല്ല, പ്രഖ്യാപിക്കുകയല്ല. അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ ധനകാര്യ കമ്മീഷൻ്റെ പ്രോക്സീസ് എന്ന് പറയും, അതിൻ്റെ ഓരോരോ ഘടകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് മുന്നോക്കാവസ്ഥ എന്നുള്ള ദൂരം, പെർ ക്യാപിറ്റ ഇൻകത്തിനുള്ള ദൂരം, നമ്മുടെ പോപ്പുലേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ജിയോഗ്രാഫിക്കൽ ഏരിയ, വനവിസ്തൃതി, ഇതൊക്കെ നോക്കിയിട്ട് ഓരോന്നിനും ഓരോ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ തന്നെ ഒരു സബ്ജക്റ്റാണ്. ഇവിടെ ബജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. ബജറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഏറ്റവും വലിയ തമാശ, ഈ താമര എന്ന് പറയുന്നത് BJPക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കാര്യമാണെങ്കിലും ഈ താമരവിത്ത് മുതൽ ബുദ്ധ തീർത്ഥാടന കേന്ദ്രം വരെ പറഞ്ഞപ്പോൾ പറ്റ്ന അല്ലെങ്കിൽ ബീഹാർ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത് അവരുടെ ഒരു പൊളിറ്റിക്സാണ്. അതിനെ ഡബിൾ ഇഞ്ചൻ പോളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഞങ്ങളെ പിന്താങ്ങിയാൽ, റീജിയണൽ പാർട്ടികൾ നാഷണൽ പാർട്ടിയായ BJPയെ പിന്താങ്ങിയാൽ, റീജിയണൽ പാർട്ടി വലുതും BJP ചെറുതുമായ സംസ്ഥാനങ്ങൾ, ബീഹാർ പോലെ അത്തരം സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ വാരിക്കോരി തരും, അതുകൊണ്ട് ഞങ്ങളുടെ സഹായം കിട്ടേണ്ടവരൊക്കെ ഞങ്ങളുടെ ചുറ്റും നിന്നുകൊള്ളൂ എന്ന വളരെ ഒരു ലോ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സാണത്. എന്നാലും ആ പൊളിറ്റിക്സ് നമ്മുടെ നിർമ്മലാ സീതാരാമനെ കൊണ്ട് ഒരു പാർട്ടിയുടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത് പോലെ BJPക്കാരിയായിട്ട് അദ്ദേഹം നടത്തിയ അനൗൺസ്മെൻറ്റാണ്. ഞാൻ അതിലർഹിക്കുന്ന കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല.
ബീഹാറിന് വേണ്ടി പറഞ്ഞപ്പോൾ ആ മറ്റ് സ്റ്റേറ്റുകൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് പറയായിരുന്നു? കേരളത്തിനെ മാത്രമല്ല അവഗണിച്ചത്, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളെ പോലും അവർ സംസാരിച്ചിട്ടില്ല. കാരണം അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. 1. 2, BJP ഗവൺമെൻറ് ന്യൂനപക്ഷ ഗവൺമെൻറ്റാണ്. ഇതിന് മുമ്പുള്ള വർഷം പോലെ അല്ല. ഇതിന് മുമ്പുള്ള 6 ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ 6 ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂരിപക്ഷം ഇല്ലാത്തൊരു ഗവൺമെൻറ് അതിന് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുന്ന പാർട്ടി ഭരിക്കുന്ന ആ പ്രദേശത്ത് അവരുടെ കാല് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതിൻ്റെ പാട്ടിനെ വിടുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ അവഗണിക്കുന്നതിനും ഈ ബജറ്റിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ദൗർബല്യങ്ങളെയും നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കണം. നേരത്തെ ഇവിടെ പലരും സംസാരിച്ച് പ്രകാശ് മാഷൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ 1 ലക്ഷം കോടി രൂപ ഇടത്തരക്കാർക്ക് കൊടുത്തതുകൊണ്ട് ഡിമാൻഡ് വർദ്ധിക്കും എന്നാണ് ആ പ്രസംഗത്തിൻ്റെ 156ാമത്തെ ഖണ്ഡികയിൽ ഒരു 3 വാക്കുകൾ പറയുന്നുണ്ട്. ഡെമോഗ്രഫി, ഡിമാൻഡ്. അതിൽ ഡെമോക്രസിയും ഡെമോഗ്രഫിയും ഒന്നും ബാധകമല്ല. ഇത് ഡിമാൻഡ് കൂട്ടുമെന്നാണ്. പക്ഷേ ഈ 1 ലക്ഷം കോടി രൂപ ഇഫ് ആൻഡ് ബട്ടിന് പ്രസക്തിയില്ല. അത് തൊഴിലുറപ്പ് പദ്ധതിക്കാണ് കൊടുത്തിരുന്നെങ്കിൽ 86,000 കോടിയെ 1,86,000 കോടിയേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഈ ഡിമാൻഡ് ഇതിലധികം വർദ്ധിക്കുമായിരുന്നു. അത് ഇൻഡസ്ട്രിക്കും കോർപ്പറേറ്റുകൾക്കും ഒക്കെ പ്രയോജനം കിട്ടുമായിരുന്നു. ഇപ്പോൾ കോർപ്പറേറ്റുകളും ക്രൈസിസിലാണ്. നോക്കൂ, ഇവിടെ വരുമാനം 12 ലക്ഷമാകുന്നവർക്ക് വരെയാണല്ലോ ഈ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. 1 ലക്ഷം കോടി 1 ലക്ഷം കോടി വരുന്നത് നിലവിലുള്ള ബഡ്ജറ്റിൽ 4 ലക്ഷം 7 ലക്ഷം വരെയുള്ളവർക്ക് അതെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അടക്കമുണ്ട്. പക്ഷേ അതായത് ഇവർ വാങ്ങുന്ന സാധനങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികൾ വാങ്ങുന്ന സാധനങ്ങളും രണ്ടും കണ്ടല്ലേ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി ഇവിടെയുള്ള വിവിധ കോർപ്പറേറ്റുകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വാഷിംഗ് മെഷീനുകൾ, AC-കൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, അവരുടെ അത്യാധുനിക ആഡംബര സംവിധാനങ്ങൾ, ടെലിവിഷൻ സെറ്റുകൾ, ഇതൊക്കെ വിറ്റുപോകണമെന്നുണ്ടെങ്കിൽ അത് സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇല്ലില്ല, അത് നമ്മുടെ പഴയ ഒരു ചിന്താഗതിയാണ്. ഇപ്പോൾ ഈ പറയുന്ന 7 ലക്ഷം പേരുള്ളവർക്ക് അല്ലെങ്കിലും ഫ്രീ ആയിരുന്നു. അപ്പോൾ 7 തൊട്ട് 12 വരെയുള്ള 5 ലക്ഷത്തിൻ്റെ ബ്രാക്കറ്റിനാണ് ഈ പ്രയോജനം കിട്ടിയിട്ടുള്ളത്. ഇനി 13 ലക്ഷമായി കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ പറയുന്ന പോലെ 1 തുടങ്ങണം, 0 തുടങ്ങണം. അപ്പോൾ പിന്നെ അവിടെ 4 ലക്ഷം രൂപയെ പിന്നെ അവർക്ക് ഒഴിവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 5 ലക്ഷത്തിൻ്റെ 7നും 12നും ഇടയിലുള്ള 5 ലക്ഷത്തിൻ്റെ ബ്രാക്കറ്റുകാരെ അവരുടെ കയ്യിൽ കാശ് കിട്ടിയാൽ ഉടനെ ഫ്രിഡ്ജ് മേടിക്കുന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അവർ വിദേശയാത്ര പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇവിടുത്തെ അപ്പർ മിഡിൽ ക്ലാസ് ഉടനെ മാർക്കറ്റിലേക്ക് ഓടും എന്നുള്ളതൊക്കെ ഒരു 50 വർഷം മുമ്പുള്ള കാര്യമാണ്. അവരുടെ വീട്ടിൽ ഒന്നിലധികം കാറുകളും ഒരു മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ട്, 2-3 വാഹനങ്ങളുണ്ട്. അത് വിറ്റിട്ട് വേണം ഈ കാർ ഷെഡിൽ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അവർ പലരും ഇപ്പോൾ ചെയ്യുന്നത് നെഗറ്റീവ് ടൂറിസമാണ്. എന്ന് പറഞ്ഞാൽ വിദേശത്ത് ടൂറിന് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ കാണുന്ന ഈ ഇച്ചിരി അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ട്രെൻഡ്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ കിട്ടുന്ന ബെനിഫിറ്റ് അതേ പൈസ ചിലവാക്കി ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ട് നിർമ്മലാ സീതാരാമന് പറഞ്ഞു, എൻ്റെ എക്കണോമിക്സ്, അവർ എക്കണോമിക്സ് പഠിച്ച ആളാണ്, അവർ പഠിച്ച കാലത്തുള്ള എക്കണോമിക്സ് അല്ല. നമ്മുടെ അപ്പുറം മിഡിൽ ക്ലാസ് ഒട്ടനെ മാർക്കറ്റിലേക്കൊന്നും ഓടില്ല. 2, അവർ ഈ പറയുന്ന പല കമ്പനികളിലും ചിലപ്പോൾ വിദേശ കമ്പനികളിലും ഒക്കെ അവർ ഷെയർ എടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഷെയർ വന്നു, അല്ലെങ്കിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന 1 ലക്ഷം കോടി രൂപ മാർക്കറ്റിലേക്ക് വിടുന്നത് കൊണ്ട് പറയത്തക്ക ബെനിഫിറ്റ് ഒന്നും ഇല്ല. അതേപോലെ കൃഷിക്കാർ പണ്ടത്തെ പോലെയാണോ? പണ്ട് ടാഗോർ എഴുതിയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മുടെ കൃഷിക്കാർ പണ്ടത്തെ പോലെയല്ല, അവർ ചെരുപ്പും കുടയും ഉപയോഗിക്കുന്നവരാണെന്ന്. ഇപ്പം നമ്മുടെ കൃഷിക്കാർ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നില്ലേ, അവർ പിക്കപ്പ് വാനുകൾ ഉപയോഗിക്കുന്നില്ലേ, ട്രാക്ടർ ഉപയോഗിക്കുന്നില്ലേ? ഉപയോഗിക്കല്ല, അവർ പ്രൊക്വയർ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ലോണിനായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാർക്കും അതേപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കും ഇടത്തരക്കാർക്കും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്സ് എന്നെക്കാളും ഒരുപക്ഷെ അറിയാമല്ലോ, അതിൻ്റെ ചാക്രിക ഗുണം, ഈ പണത്തിൻ്റെ ചാക്രിക ഗുണം അതായിരുന്നു കൂടുതൽ തലതിരിഞ്ഞ സിദ്ധാന്തമാണ് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് കൂടി വരാം. എനിക്ക് BJP പ്രതിനിധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വേണം. ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, തീർത്തോളൂ. റൈറ്റ്. അതായത് ജോർജ് കുര്യൻ, അദ്ദേഹത്തിന് ഒരു സൽപ്പേരുള്ള ഒരാളാണ്, ഏത് പാർട്ടി ആവട്ടെ, അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജോർജ് കുര്യൻ്റെ പ്രസ്താവനയുമായി പോയാൽ നിങ്ങൾക്ക് ആര് വോട്ട് തരുമെന്നൊരു രാഷ്ട്രീയ ചോദ്യമില്ലേ? കേരളത്തെ പിന്നാക്കാവസ്ഥയിലാക്കാൻ നടക്കുന്നവരാണോ നിങ്ങൾ? ദരിദ്ര കേരളത്തെ സ്വപ്നം കാണുന്നവരാണോ കേരളത്തിലെ BJP എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ നേരിടും?
പിന്നാക്കാവസ്ഥയാവട്ടെ, പിന്നോക്കമാണെന്ന് പറയട്ടെ എന്ന് കേരളത്തിൽ നിന്ന് പോയൊരു കേന്ദ്രമന്ത്രിക്ക് പറയാൻ കൊള്ളാമോ? ഒന്ന് അങ്ങനെ ഒരു സംസ്ഥാനവും പറയില്ലല്ലോ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. അത് നാക്കുപിഴയാണെങ്കിൽ അധികം വൈകാതെ തിരുത്തുന്നതല്ലേ നല്ലത്. അതിനെ BJP എന്തിനാണ് പിന്തുണയ്ക്കുന്നത് പി കൃഷ്ണദാസ്? ബഹുമാനപ്പെട്ട അരുൺ, ശ്രീ ജോർജ് കുര്യൻ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്നുള്ള നിലക്കാണ്. ഇന്ന് അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നേരത്തെ ശ്രീ CP ജോൺ അതിനെ കൃത്യമായി പറഞ്ഞല്ലോ, എങ്ങനെയാണ് ബജറ്റിനെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിലെന്തെങ്കിലും തിരുത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയുകയോ അല്ലെങ്കിൽ വിശദീകരിക്കുകയോ ചെയ്യട്ടെ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തുകൾ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം പറയാത്തിടത്തോളം കാലം പ്രത്യേകിച്ച് അതിലൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ ആവശ്യമില്ല. താങ്കളെ അത് സമ്മർദ്ദത്തിലാക്കുന്നില്ലേ? ഇന്ന് ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ പിന്നാക്കാവസ്ഥ തെളിയിക്കൂ, അതിനുശേഷം കേരളത്തെ സഹായിക്കാമെന്ന് കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയുന്നത് രാഷ്ട്രീയതീതമായി താങ്കളെയും സമ്മർദ്ദത്തിലാക്കുന്നില്ലേ പി കൃഷ്ണദാസ്? താങ്കൾക്കതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലേ? അരുൺ, അത് ഒരാൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന അർത്ഥത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ചിന്തയുടെയും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നു, ഇപ്പോൾ അരുൺ എന്നോട് ചോദ്യം ചോദിക്കുന്നു, ബുദ്ധിമുട്ടിലാക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിലെന്താണ് ആൻസർ പറയുക എന്നുള്ളതിനനുസരിച്ചിട്ടാണല്ലോ അതിൻ്റെ വിശദീകരണങ്ങളും നിലപാടുകളും വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ബീഹാറിന് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത് ചോദിച്ചാൽ ആ സമയത്ത് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ടാകും. ബീഹാറിന്റെ പിന്നാക്കാവസ്ഥ മാത്രം പരിഗണിച്ചുകൊണ്ടല്ല, ബീഹാറിനേക്കാൾ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇന്ന് ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ആണ് മാനദണ്ഡമെങ്കിൽ ബീഹാറിന് 3-ാം സ്ഥാനമാണ്, 10% മറ്റുമാണ്. അതിനേക്കാൾ 17% കിട്ടുന്ന ഉത്തർപ്രദേശുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിന് കൊടുക്കണം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലും പിന്തള്ളി ബീഹാറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നേരത്തെ CP ജോണും പ്രകാശ് മാസ്റ്ററും പറഞ്ഞതുപോലെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ഒക്ടോബർ നവംബറിൽ നടക്കാൻ പോകുന്ന സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ്. അതാണ് ധനമന്ത്രി നടത്തിയത്. കേരളത്തിൽ ഇലക്ഷൻ ഇല്ല. കേരളത്തിൽ 2026 ഇലക്ഷൻ. കേരളത്തിലെ ഇലക്ഷനിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിന് വേണ്ട. ചൂരൽമല മുണ്ടക്കൈക്ക് പോലും കൊടുത്തില്ല, വിഴിഞ്ഞത്തിന് കൊടുത്തില്ല, റബ്ബറിന് കൊടുത്തില്ല, പ്രവാസികൾക്ക് കൊടുത്തില്ല. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ഡോക്ടർ അരുൺ, ഇതിൽ പ്രകാശം മാഷ് പറഞ്ഞതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് അങ്ങേക്കറിയാമല്ലോ. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിന് 24,000 കോടി കൊടുത്തില്ല എന്നാ മാഷ് പറയുന്നത്. അല്ല, 40,000 കൊടുത്തില്ല, 24,000, 27,000 40,000, 73,000 കോടി വേണ്ടതാണ്. ജനസംഖ്യാനുപാതികമായെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. 40,000 എങ്കിലും കൊടുക്കണമായിരുന്നു, 40,000 കോടിയെങ്കിലും കൊടുക്കണമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 27,000 കോടി മാത്രമേ കൊടുത്തുള്ളൂ. അതേസമയം 2,25,000 കോടി കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശിന്. അരുൺ, അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ ശ്രീ CP ജോൺ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ 2 വശവും പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ ഇത് കണക്കാക്കുക, അതിൻ്റെ ബജറ്റിംഗ് എങ്ങനെയാണ് വരിക എന്നുള്ള എനിക്ക് തോന്നുന്നു അത് ഈ സാധാരണക്കാരിലേക്ക് വോട്ട് കിട്ടുകയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് BJPക്കെതിരായി ഒന്ന് ചിന്തിപ്പിക്കാനോ പറയുന്ന ഒരു തരത്തിലേക്ക് പറയുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. അതിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയമല്ലേ നമുക്ക് പറയാൻ കഴിയൂ. അത് പ്രകാശ് മാഷ് പറയണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിലൊരു യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്. ഉദാഹരണത്തിന് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു അരുൺ? 24,000 കോടി വേണമെന്നുള്ളതാണ് ഒരു ഡിമാൻഡ്. എന്തായിരുന്നു ആ ഡിമാൻഡിൻ്റെ അടിസ്ഥാനം? കേരളത്തിന് കടമുണ്ട്, ആ കടം വീട്ടാൻ 24,000 കോടി വേണം. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ വയനാടിന് 2,000 കോടി വേണം. അരുൺ, ഞാൻ അങ്ങേക്കറിയാമല്ലോ, വയനാടിൻ്റെ ഏതെങ്കിലും ഒരു പാക്കേജ് കേരളത്തിലെ മന്ത്രിസഭകൾ അതിനുശേഷം കൂടിയതിനു ശേഷം തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പാക്കേജ് കേരളം പ്രഖ്യാപിച്ചോ? അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകളുടെ പേര് പോലും പുറത്തുവിട്ടത് തെറ്റാണെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിന് 17 കൊടുത്തില്ലേ ശതമാനം, ബീഹാറിന് 10 കൊടുത്തില്ലേ ശതമാനം എന്നൊക്കെ പറയുമ്പോൾ അതാണ് നേരത്തെ CP ജോൺ സൂചിപ്പിച്ചത്. ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഘടകമല്ലല്ലോ ഇതിലെടുക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അത് കണക്കാക്കിക്കൊണ്ടാണ് പ്രകാശ് മാഷ് സംസാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, എല്ലാ വിഹിതത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ സംസ്ഥാന ഗവൺമെൻറ് വഴി നടപ്പാക്കുന്ന പദ്ധതികളിലേക്കുള്ള എമൗണ്ടാണ് വകയിരുത്തുന്നത് ബജറ്റിൽ. ഇനി പ്രത്യേകമായി കേരളത്തിന് എന്തെങ്കിലും ഉണ്ടോ? അങ്ങ് ചോദിച്ച റബ്ബർ ബോർഡിൻ്റെ കാര്യം, അങ്ങ് ചോദിച്ച മറ്റേതെങ്കിലും കാര്യം. ഇപ്പോൾ താങ്ങുവിലയെ സംബന്ധിച്ച് കേരളം ആവശ്യപ്പെട്ടുള്ളത് നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് 40 രൂപയാക്കണം എന്നുള്ളതാണ്.
അങ്ങേക്ക് ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഈ നെല്ലിൻ്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ട 40 രൂപ എന്ന് പറയുന്നിടത്ത് ഇപ്പോഴുള്ള താങ്ങുവില എത്രയാണ്? 28 രൂപയാണ്. ആ 28 രൂപ വരുമ്പോൾ കേന്ദ്രം എത്രയാണ് കൊടുക്കുന്നത്? 23 രൂപയാണ്. സംസ്ഥാനം കൊടുക്കുന്നത് 5.20 രൂപയാണ്. ഇത് 2014 എത്രയായിരുന്നു എന്ന് അറിയാമോ? 13 രൂപയാണ്. അത് 4.9 ആയിരുന്നു സംസ്ഥാനത്തിൻ്റെ വിഹിതം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന നെല്ലിൻ്റെ താങ്ങുവിലയുടെ പെർസെൻറ്റേജ് അന്നുണ്ടായിരുന്ന 13-ൽ നിന്ന് 23 ആയപ്പോഴും കേരളത്തിന് കൊടുക്കേണ്ടി വന്നത് വെറും 1 രൂപയുടെ വർധനവ് മാത്രമാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന പല കണക്കുകളും ഈ തരത്തിൽ അതിൽ കേരളത്തിന്റെ കണക്കുകൾ എങ്ങനെയാണ് പ്രസക്തമാവുക? ഉദാഹരണത്തിന് ഇപ്പോൾ ഭക്ഷ്യമേഖലയിൽ ഒരു ഫുഡ് ഹബ്ബാക്കി ബീഹാറിനെ മാറ്റുമെന്ന് പറയുന്നു. അവിടെ മഖാന ബോർഡ് വരുന്നു. മഖാന ബോർഡ് എന്ന് പറയുന്നത് വന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നയാളാണ്. അവിടെ ഈ ഫോക്സ് സീഡ് എന്ന് പറയുന്നത് കയറ്റുമതിയിലടക്കം വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രോട്ടീനായിട്ടുള്ള ഒരുപാട് ഭക്ഷണ ധാതു സമ്പുഷ്ടമാണ്. അതൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ്. പക്ഷെ നോക്കി, ഇതെല്ലാം ഒരു സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ ആളുകൾ മേടിക്കാത്തോണ്ടാണ്. അരുൺ, ഈ കേരളത്തിലെ പല കടകളിലും പ്രത്യേകിച്ച് പാലക്കാടൊക്കെ പോയാൽ താമരവളയം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അല്ലല്ല, ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാ പറഞ്ഞ. പക്ഷേ ബീഹാറിന് ഒരു മഖാന ബോർഡ് കൊടുക്കുമ്പോൾ കേരളത്തിലൊരു റബ്ബർ ബോർഡുണ്ട്, കേരളത്തിലൊരു നാളികേര വികസന ബോർഡുണ്ട്. ഞാനൊന്ന് പറയട്ടെ. ഞാനതാ പറഞ്ഞത്. കേരളത്തിലെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഈ പ്രചരണത്തിന്റെ ഭാഗമായി പലപ്പോഴും ഈ താമരവളയം എന്ന് കേട്ടാൽ ഉടനെ അവരത് മേടിക്കില്ല. അരുൺ പറഞ്ഞല്ലോ ഇപ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത്. അപ്പോൾ അവരതിനെ നേരെ നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി വന്നു, നടപ്പാക്കി. അരുൺ, കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കിയോ? കഴിഞ്ഞ തവണ കേന്ദ്ര ഗവൺമെന്റ് 10,000 കോടി രൂപയാണ് ആയുഷ്മാൻ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഈ തവണയും അത് തന്നെയാണ് എമൗണ്ട് മാറ്റിവെച്ചിട്ടുള്ളത്. കേരളത്തിൽ നടപ്പാക്കിയോ? നടപ്പാക്കാൻ തീരുമാനിച്ചോ? ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിന് കാരണമല്ലല്ലോ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. അതാണ് നേരിട്ട് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് തന്നെ പറയാൻ കഴിയില്ലല്ലോ കേരളത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്കീം ഈ ബജറ്റിൽ വെച്ചിട്ടുണ്ടോ? മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക്, ബീഹാർ ഒഴികെ എനിക്കൊന്നും ആസാമിന്റെ പേര് മാത്രമാണ് മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് തന്നെ പറഞ്ഞത് ധനമന്ത്രി. മറ്റൊരു സംസ്ഥാനത്തിനും കാര്യമായി ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഈ പറയുന്ന വിഹിതമല്ലാതെ ബാക്കിയെല്ലാം പദ്ധതികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് സി പി ജോൺ പറഞ്ഞത്. ആ രാഷ്ട്രീയം നിങ്ങളുടെ സമ്മർദ്ദമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, താങ്കളുടെ പാർട്ടിയുടെ മന്ത്രിയോട് ഈ പ്രസ്താവന പിൻവലിക്കാൻ ആവശ്യപ്പെടില്ലേ? അതാണ് സി പി ജോൺ പറഞ്ഞത്. ഇനിയെങ്കിലും ജോർജ് കുര്യൻ ആ തെറ്റു മനസ്സിലാക്കിയത് പിൻവലിക്കുക. അതല്ലെങ്കിൽ കേരളത്തിലെ BJP-ക്കാരോട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് പിന്നോക്കമാക്കാൻ നടക്കുന്ന മനുഷ്യരല്ലേ എന്നായിരിക്കും. ശ്രീ അരുൺ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് കേന്ദ്രം കൊടുക്കുന്ന പണത്തിൽ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കിട്ടിയ തുക എത്രയാണെന്ന് നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. 60,000 കോടിയിലേറെ രൂപയാണ് അരുൺ കിട്ടിയത്. ഇപ്പോൾ കേരളത്തിനൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. നടപ്പായോ? പദ്ധതി നടപ്പായോ? കേരളത്തിലെ റെയിൽവേ ഡബിളിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പദ്ധതികൾ മുന്നോട്ട് പോകാത്തത്? കേരളത്തെ ഇപ്പോൾ ഇനി ഒരു ചെറിയ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. കേരളയിലാണല്ലോ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി നമ്മൾ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചത്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചത് 1,00,000 കോടിയുടെ പദ്ധതിയാണ് എന്നാണല്ലോ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും തടസ്സം പറഞ്ഞു എന്നാണ് അവരും വിശ്വസിക്കുന്നത്? അങ്ങനെ അവർ പ്രചരിപ്പിച്ചല്ലോ കേന്ദ്രത്തിന് അനുമതിയില്ല എന്ന്. ഇൻ പ്രിൻസിപ്പൾ അനുമതി കൊടുത്തു എന്ന് കേന്ദ്രം പറഞ്ഞത് കത്ത് പിന്നീട് പുറത്തുവിട്ടല്ലോ. കേന്ദ്ര ഗവൺമെൻറ് കേരളം കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി തടഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ, നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ. കേരളം ഇന്ന പദ്ധതി അവതരിപ്പിച്ചു, കേന്ദ്രം അനുമതി പ്രിൻസിപ്പളായിട്ട് കൊടുത്തെങ്കിലും BJP കേരളത്തിൽ മഞ്ഞക്കല്ല് പിഴുകാനാണ് നടന്നത്. UDF-ഉം ഞാൻ വരുന്നു. അത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. ഞാനൊന്ന് പ്രകാശ് മാസ്റ്ററിലേക്ക് പോയി വരാം. പ്രകാശ് മാസ്റ്റർ, BJP അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ കണക്കുകൾ ശരിയല്ല, കേരളം നടപ്പാക്കുന്നത് ശരിയല്ല. ഇപ്പോൾ നെല്ലിൻ്റെ കാര്യത്തിലടക്കം കേരളം എങ്ങനെയാണ് വെട്ടിക്കുറയ്ക്കുന്നത്, കേന്ദ്രം എങ്ങനെയാണ് കൂട്ടുന്നത് തുടങ്ങിയ കണക്കുകളാണ്. ഇതൊക്കെ നിലനിൽക്കുമോ ഈ ജോർജ് കുര്യൻ്റെ വാദത്തെ ന്യായീകരിക്കാൻ? കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദി ഗവൺമെൻറ് എങ്ങനെയാണ് ശത്രുതാപരമായി കേരളത്തോട് സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളത് എല്ലാ രംഗത്തും എന്നതുപോലെ സാമ്പത്തിക രംഗത്ത് വ്യക്തമാണ്. കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം, അർഹതപ്പെട്ട അലോക്കേഷൻ കൊടുക്കാതിരിക്കുന്ന തീരുമാനം. ഇപ്പോൾ ഈ ബജറ്റിൽ തന്നെ 7 സ്ഥലത്ത് ബീഹാറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും കേരളം എന്ന് പറയുന്ന ഒരു വാക്കുപയോഗിച്ചായിട്ട് കേൾക്കാൻ വേണ്ടി കഴിയുമോ? പിന്നെ BJP-ക്കാരെ സംബന്ധിച്ച് ഇതൊന്നും ന്യായീകരിക്കുന്നതിന് അവർക്ക് യാതൊരു പ്രയാസമില്ല. കാരണം
അവർ കേരളത്തെ ശത്രുതാപരമായിട്ട് എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും എന്നതിൻ്റെ പരീക്ഷണശാലയായിട്ടാണല്ലോ ഈ കേരളത്തെ ഉപയോഗിക്കുന്നത്. ഈ ബജറ്റ് എന്താണ് എന്നുള്ളത് വിവരമുള്ള ആളുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ടി പത്മനാഭൻ അദ്ദേഹം കൃത്യമായ നിലക്ക് പറഞ്ഞു, ഈ കേരളം ഇന്ത്യയിലാണോ? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ ബജറ്റ് നീതിബോധമില്ലാത്ത ബജറ്റാണ്. ഈ ബജറ്റ് സമതുലിത വികസനം എന്ന സങ്കല്പത്തെ അട്ടിമറിക്കുന്ന ബജറ്റാണ്. ഇത് ബീഹാർ ഡൽഹി വോട്ട് ബജറ്റാണ്. ഈ രാജ്യത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്റ്റേറ്റുകൾ അവഗണിക്കുന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ്, ഒരു രാഷ്ട്രീയ രേഖയാണ് ഈ ബജറ്റ് എന്ന് തികച്ചും ശരിയായ നിലക്ക് കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളം കൊടുക്കുന്ന ഒരു പദ്ധതിക്കും അംഗീകാരമില്ല. കേരളത്തിൽ ഒറ്റ പുതിയ പദ്ധതിയില്ല. ഈ രാജ്യമാകെ തന്നെ ഗൗരവമായി കണ്ടിട്ടുള്ള വയനാട് ദുരന്തത്തിന് അര പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. ഈ രാജ്യത്തിൽ ഏറ്റവും വലിയ വികസന പരിപാടിയായിട്ടുള്ള ഇപ്പോൾ ഗതാഗതത്തിന് വലിയ പങ്ക് കൊടുക്കണമെന്നാണല്ലോ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സഹായം കൊടുക്കേണ്ടത് വിഴിഞ്ഞത്തിനല്ലേ? ആ മേഖലക്കകത്ത് ഏറ്റവും വലിയ പദ്ധതിയല്ലേ ഇക്കാലത്ത് ആരംഭിച്ചിരിക്കുന്നത് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൻ്റെ അർഹതപ്പെട്ട ഫണ്ട് പോലും കൊടുക്കാതിരിക്കുന്ന ഒരു നിലയല്ലേ കേന്ദ്രം ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചിട്ട് കേരളത്തിലൊരു മന്ത്രി പരസ്യമായിട്ട് പറയാണ് എന്തുകൊണ്ട് കേരളം ദരിദ്രമാകുന്നില്ല, എന്തുകൊണ്ട് കേരളം പിന്നോക്കാവസ്ഥയിലാവുന്നില്ല. ഇവിടെ BJPക്കാരുടെ ചർമ്മശക്തി എന്നല്ലാതെ വേറെ എന്താ പറയാൻ വേണ്ടി കഴിയുക? ഈ നാടിന് വേണ്ടി നിൽക്കേണ്ട ആളല്ലേ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേന്ദ്രമന്ത്രി. അദ്ദേഹം പറയുകയാണ് കേരളത്തിന് കൊടുക്കാതിരിക്കുന്നത് ന്യായമാണ്, കേരളം ദരിദ്രമാവണം, കേരളം ഇനിയും ഗുരുതരാവസ്ഥയിലേക്ക് പോകണം. ഇങ്ങനെ പറയാൻ BJPക്കാർക്ക് അല്ലാതെ ആർക്കാ സാധിക്കുക? അത് ന്യായീകരിക്കാൻ അവർക്ക് മാത്രമേ സാധിക്കൂ. കാരണം അവർക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. ബജറ്റിന്റെ പൊതുവായ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്ത് വിറ്റ് അദ്ദേഹം അത് വിടുകയാണ്. അത് തിരുത്തേണ്ടത് ജോർജ് കുര്യനാണെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. തനിക്കതിന്റെ ബാധ്യതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചിന്തയാണ്. അത് BJP എൻഡോഴ്സ് ചെയ്യുന്നില്ല. അല്ല, അത് പക്ഷേ BJPയുടെ നിലപാടാണിത്. കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു നാക്കുവഴിയൊന്നുമല്ല. കേരളത്തോട് ശത്രുതാപരമായ നിലപാടാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിൻ്റെ പ്രഖ്യാപനം തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഈ ചർച്ചകൾക്കിടയിൽ വിസ്മരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെല്ലാം അന്യായങ്ങളാണ് രാജ്യത്തോട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. ഇൻഷുറൻസ് മേഖലക്കകത്തുള്ള 74% എന്ന് പറയുന്ന FDI അത് 100% മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ആണവോർജ്ജ നിയമം ഭേദഗതിയാണ്. എന്തിനു വേണ്ടിയിട്ട്? സ്വകാര്യ മേഖലക്കകത്ത് ആണവോർജ്ജ നിലയെ കൊടുക്കാൻ. ഇന്ത്യ രാജ്യത്തിനകത്ത് നിലവിലുള്ള ആണവോർജ്ജ നിയമം ഭേദഗതി ചെയ്തിട്ട് ആണവ ബാധ്യതാ നിയമം ഭേദഗതി വരുത്താണ്. എന്തിനു വേണ്ടി? വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ ആണവ നിലയങ്ങൾ സ്ഥാപിച്ച് അതിൽ നിന്ന് ദുരന്തമുണ്ടായാൽ അവർക്ക് ഒരു നിലക്ക് കോമ്പൻസേറ്റ് ചെയ്യാനോ അതിന് നഷ്ടപരിഹാരം കൊടുക്കാനോ ഉത്തരവാദിത്തമില്ല. ആ നിലക്ക് നിയമ ഭേദഗതി ചെയ്യാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ കാണാൻ വേണ്ടി റെയിൽവേ വികസനം. ഞാൻ ചോദിക്കട്ടെ, റെയിൽവേ വികസനം എല്ലാ കാലത്തും കേന്ദ്ര ബജറ്റിലെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ. എന്തേ നിർമ്മലാ സീതാരാമൻ റെയിൽവേ വികസനം സംബന്ധിച്ച് കാര്യമായി സംസാരിക്കാൻ മുന്നോട്ടേക്ക് വന്നില്ല? കേരളം മുന്നോട്ടേക്ക് വെച്ച ഒരുപാട് പദ്ധതി ഉണ്ടല്ലോ, ഒരു പൈസ പോലും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വന്നോ? അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് പറയുന്നത് കൃഷ്ണദാസ്. ഞാൻ ചോദിക്കട്ടെ, എന്താ പദ്ധതി? അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാം PPP ആണ്. സ്വകാര്യ മേഖല ആരോഗ്യത്തെ കൊണ്ടുവരികയാണ്. സമ്പന്നന്മാർക്ക് നികുതി ഇളവ്, അവരുടെ സമ്പത്തിനെ തൊടാൻ കേന്ദ്രം ഇവിടെ തയ്യാറല്ല. എന്നാൽ സാധാരണക്കാരന് കൊടുക്കുന്ന എല്ലാ മേഖലയിലും കൈയിട്ട് വാരുകയാണ്. കാർഷിക രംഗത്തുള്ള അവരുടെ സബ്സിഡികൾ എല്ലാം എടുത്തു കളയുന്നു. എന്തിന്? തൊഴിലുറപ്പ് പദ്ധതി. ഞാൻ ചോദിക്കട്ടെ, 86,000 കോടിയല്ലേ ആ രംഗത്തുള്ള അലോട്ട്മെൻറ്റ്? കഴിഞ്ഞ 3 കൊല്ലക്കാലം മുമ്പുള്ള അലോട്ട്മെൻറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 3000 കോടി കുറവാണ്. ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ തൊഴിലുറപ്പ് പദ്ധതി. അതിന് ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാൻ അതിന്റെ ആനുകൂല്യം ലഭിക്കും. സ്ത്രീ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പിന് വേണ്ടി പദ്ധതി വരുന്നുണ്ട്. മുദ്രാ ലോണുകൾ വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരന്റെ പർച്ചേസിംഗ് പവർ, വാങ്ങൽ കഴിവ് വർദ്ധിക്കണമെങ്കിൽ അവന് വരുമാന വർധന ഉണ്ടാവണം. വരുമാന വർധനം ഉണ്ടാക്കാനോ പുതിയ തൊഴിൽ നൽകാനുള്ള എന്തെങ്കിലും പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കേരളത്തെ അവഗണിച്ചത് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ബഡ്ജറ്റിലൂടെയുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന നിലയിലാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും കാണുന്നത്. CP ജോണിലേക്ക് കൂടി വരുന്നു. CP ജോൺ, ബഡ്ജറ്റിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടുള്ള യുദ്ധപ്രഖ്യാപനം എന്ന നിലയ്ക്കാണോ ഈ ബഡ്ജറ്റിനെ നമ്മൾ കാണേണ്ടത്? ഇത് ആദ്യമായിട്ടല്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള ബഡ്ജറ്റുകളിൽ നമുക്കിത് കാണാം. കഴിഞ്ഞ ഇന്ത്യൻ ബഡ്ജറ്റ് വരുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമാണ് വാരിക്കോരി കൊടുത്തത്. അതൊരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ
ഒരു ഉത്തരവാദിത്വം, ഒരു ധനകാര്യ റെസ്പോൺസിബിലിറ്റി എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ കേരളത്തെ പീനലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ നേട്ടങ്ങൾ പിന്നോട്ടടിക്കപ്പെടില്ലേ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മൾ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഫണ്ട് കണ്ടെത്തുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫണ്ട് കണ്ടെത്തുക? കേരളത്തിൽ ഇപ്പോൾ നോക്കൂ, ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പല പദ്ധതികളും ഇതിനകം തന്നെ കേരളം നടപ്പാക്കി കഴിഞ്ഞതാണ്. ഇന്റർനെറ്റ് സമ്പൂർണ്ണമാക്കുക, പ്രൈമറി തലത്തിൽ കേരളത്തിൽ സമ്പൂർണ്ണമാക്കിയപ്പോഴാണ് ഹയർ സെക്കൻഡറി തലത്തിൽ കേന്ദ്രം പദ്ധതി ഇടുന്നത്. അതേപോലെ ഒട്ടേറെ പദ്ധതികൾ കേരളം നടപ്പിലാക്കി കഴിഞ്ഞവയ്ക്ക് കേന്ദ്രം അനുമതി നൽകുന്നു. ഇതിൻ്റെ ഒന്നും ആനുകൂല്യം കേരളത്തിന് കിട്ടില്ലല്ലോ CP ജോൺ. ഇതിൽ ഞാൻ 1, 2, 3 ആയിട്ട് പറയാം. ഒന്ന്, ജോർജ് കുര്യൻ പറഞ്ഞത് ഭയങ്കരമായി തെറ്റാണ്. അപ്പോളജൈസ് ചെയ്യണമെന്നൊന്നും ഞാൻ പൊതുവെ ആരോടും പറയാറില്ല, അത് പിൻവലിക്കണം. പക്ഷേ അതിനേക്കാളും ഭയങ്കര ഒരു വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാത്തത് നമ്മുടെ സുരേഷ് ഗോപിയുടെ വിടുവായത്വമാണ്. അത് കറകളഞ്ഞ റേസിസമാണ്. അതൊരു വിഡ്ഢിത്തം അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. CP ജോൺ, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ 1 മണിക്കൂർ പൂർണ്ണമായും ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ. ആയിരിക്കാം, അല്ലെ? ഞാൻ പോണില്ല, അതിലേക്ക് പോണില്ല. അതിലേക്ക് ഞാൻ പോണില്ല. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗവർണൻസ് മോഡിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ ബജറ്റ് പ്രസംഗം എന്നുള്ളത്, ബജറ്റിൻ്റെ ഒരു ചെറിയ ഐസിങ് ഓഫ് ദ കേക്കാണ്. ബജറ്റ് എന്ന് പറയുന്ന വലിയൊരു കേക്കുണ്ട്, അതിനുള്ള ഐസിങ് മാത്രമാണ് ഈ പ്രസംഗം. ആ പ്രസംഗത്തിൽ എല്ലാ കാര്യവും പറയണമെന്നില്ല. അതിപ്പോൾ നിർമ്മല സീതാരാമൻ്റെ പ്രസംഗമല്ല, ബാലഗോപാലിൻ്റെ പ്രസംഗമായാലും ആരുടെ പ്രസംഗമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരു സാധ്യതയുമില്ല എന്ന അഭിപ്രായം എനിക്ക് പൊതുവിലില്ല, ഈ കാര്യത്തിലുമില്ല. ഇതിൽ ഞാനിപ്പോൾ ഇവിടെ പ്രകാശം മാഷെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇൻഫ്രാ പുഷ് എന്നത് BJPയുടെ ഒരു പോളിസിയാണ്. അതിലിപ്പോൾ റെയിൽവേക്ക് 2 ലക്ഷം കോടിയിലധികം ഞാൻ കണക്ക് കൂട്ടി എടുത്തപ്പോൾ 150 ഐറ്റത്തുനിന്ന് 2.5 ലക്ഷം കോടി, 2.25 ലക്ഷം കോടി കണ്ടു. അതേപോലെ തന്നെ ദേശീയ ഹൈവേക്ക് 1.76 ലക്ഷം കോടിയാണ്. മറ്റേ നോർത്തിൻ്റെ മിനിസ്ട്രി ഓഫ് റോഡ്സിൻ്റെ അതിന് ഒരു 1.16 ഉണ്ട്. അപ്പോൾ അതിനൊരു 3 ലക്ഷത്തിന് താഴെയുണ്ട്. അപ്പോൾ ഒരു 5 ലക്ഷം കോടി രൂപ റെയിൽവേക്കും റോഡിനും വേണ്ടി ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് നമ്മുടെ ആകെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു 10% വരും, റെയിൽവേ പ്ലസ് റോഡ്സ് ഇൻക്ലൂഡിങ് ഹൈവേ. അപ്പോൾ ഇതിനകത്ത് കേരളത്തിന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ കേന്ദ്രം 2 വർഷമായിട്ട് പലിശയില്ലാത്ത ഒരു ഇൻഫ്രാ ലോൺ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കേന്ദ്രം ഓരോ സ്റ്റേറ്റുകളും എത്ര എടുത്തുവെന്ന് ഈ ബജറ്റ് പ്രസംഗം, ഞങ്ങൾ ഇൻസൈഡേഴ്സ് അല്ല ഔട്ട്സൈഡേഴ്സാണ്, പറഞ്ഞിട്ടില്ല. എത്ര എടുക്കാൻ ശ്രമിച്ചു എന്ന് കേരളവും പറഞ്ഞിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ദീർഘകാല 50 വർഷക്കാലത്തേക്കുള്ള പലിശയില്ലാത്ത ഒരു ലോൺ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ എടുക്കാൻ ചെന്നപ്പോൾ കിട്ടിയില്ല എന്ന് കേരളം ഇതുവരെ പറഞ്ഞിട്ടായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാത്തതുകൊണ്ടായിരിക്കാം, കേരളത്തിൻ്റെ പ്രതിനിധികൾക്കത് പറയാവുന്നതാണ്. അതേപോലെ തന്നെ ഞാനിതിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ പ്ലാൻ എന്ന് പറഞ്ഞൊരു കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ എടുത്തു കളഞ്ഞു. അതാണ് ഇപ്പോൾ കിടന്നിട്ടുള്ള വലിയ കുഴമറച്ചിൽ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റിലെയും പ്ലാനുകൾ കൊണ്ടുവന്ന് പ്ലാൻ ഡിസ്കഷൻ നടത്തി അവർക്ക് പൈസ കൊടുക്കുക, എക്സ്ട്രാ പൈസ കൊടുക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ട്രക്ചർ ഡൽഹിയിലുണ്ടായിരുന്നു. അതിനെ മുഴുവൻ ഒരു കുപ്പി ഗ്ലാസ് പൊട്ടിക്കുന്ന പോലെ നരേന്ദ്രമോദി പൊട്ടിച്ചു കളഞ്ഞു. ഇവിടെ നമുക്കൊരു പ്ലാനുണ്ട്. പക്ഷേ ഇവിടെ ഈ പ്ലാന്, ഇവിടുത്തെ പ്ലാനിംഗ് ബോർഡ് എന്നുള്ള എനിക്ക് പറയല്ല, മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചുമതലക്കാരൻ. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോകേണ്ട ഗതികേടാണ്. അത് പണ്ടാണ് ഈ പ്ലാനിംഗ് കമ്മീഷനിൽ പോയാൽ മതി. അപ്പോൾ ഓരോരോ അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ തോമസ് മാഷയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നമുക്ക് അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ കാർവ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ എന്തുമാത്രം ശ്രമം നടത്തി എന്നത് ഗവൺമെന്റ് ഓഫ് കേരളവും പരിശോധിക്കേണ്ടതാണ്. 30 സെക്കൻഡ് ഒന്ന് ചുരുക്കാമെങ്കിൽ CP ജോൺ, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ബജറ്റ്, നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം, അതൊരു പൊളിറ്റിക്കൽ പാംഫ്ലെറ്റാണ്, അതൊരു പാംഫ്ലെറ്റീറിങ് ആണ്, അതൊരു ലഘുലേഖ സൂത്രപ്പണിയാണ്. അതിനുവേണ്ടിയാണ് ബീഹാർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അവരുടെ കഷ്ടകാലത്ത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കാരണം അവർക്ക് ഭൂരിപക്ഷം ഇല്ല. പക്ഷെ കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ ഇപ്പം മുണ്ടക്കൈക്ക് മാത്രമല്ല, ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു പോളിസി സ്റ്റേറ്റ്മെൻ്റ് എന്ന രീതിയിൽ ബജറ്റ് പ്രസംഗത്തിൽ പറയേണ്ട നവീനമായ പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, വനം വന്യജീവി പ്രശ്നങ്ങൾ, കൊടുംമഴയുടെ പ്രശ്നങ്ങൾ,
ക്ലൗഡ് ബേഴ്സ്റ്റ്, കടലാക്രമണം, എന്തിന് കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടി പഠനത്തിന് വേണ്ടി 4,500 രൂപ ഫോർകാസ്റ്റിംഗ് സംവിധാനത്തിന് വേണ്ടി തന്നെ കേരളം ആവശ്യപ്പെട്ടു 4,500 കോടി. അതിലും ഒന്നും കനിഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അതാ ഞാൻ പറഞ്ഞത്, നോക്കൂ, അത് കേരളം മാത്രമല്ല, ഇന്ത്യയിൽ അങ്ങനൊരു പദ്ധതിയേ ഇല്ല. ആ ബഡ്ജറ്റ് വായിച്ചു നോക്കിയാൽ കറക്റ്റ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഒരു 30 സെക്കൻഡ് സമയമുണ്ട്. കേരളത്തിൽ നിന്നെടുക്കുന്ന ഓരോ 100 രൂപയ്ക്കും 21 രൂപ തിരിച്ചു കിട്ടുന്നു. ബീഹാറിൽ നിന്നെടുക്കുന്ന ഓരോ 100 രൂപയ്ക്കും 70 രൂപ തിരിച്ചു കിട്ടുന്നു. ഉത്തർപ്രദേശിൽ നിന്നെടുക്കുന്ന ഓരോ 100 രൂപയ്ക്കും 46 രൂപ തിരിച്ചു കിട്ടുന്നു. കേരളത്തിനത് 21 രൂപയായി തിരിച്ചു കിട്ടുന്നു. ഈ അനീതി മാറേണ്ടതല്ലേ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? അല്ല, അത് അടുത്ത പ്ലാൻ നമ്മുടെ ധനകാര്യ കമ്മീഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുമ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയാസ് ഏതാണോ ആ ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ടാണല്ലോ അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നതും അതിൻ്റെ ഡിസിഷൻ ഉണ്ടാകുന്നതും. അത് സംസ്ഥാനങ്ങളെക്കുറിച്ച് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിലോ നിലപാട് വിരുദ്ധമായ കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും കേന്ദ്രം പരിഗണിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഡെമോഗ്രാഫിക് പെർഫോമൻസ് 12.5 നിന്ന് 22.5 ആക്കണമെന്ന് പറഞ്ഞു, പരിഗണിച്ചിട്ടില്ല. ഫോറസ്റ്റ് ഇക്കോളജി അത് 10 നിന്ന് 7.5% ആക്കണമെന്ന് പറഞ്ഞു, അത് ചെയ്തിട്ടില്ല. ടാക്സ് ആൻഡ് ഫിസ്ക്കൽ ക്രൈറ്റീരിയ 2.5, പോപ്പുലേഷൻ ഡെൻസിറ്റി പുതിയ കമ്പോണന്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു, ഇതൊന്നും ചെയ്തിട്ടില്ല അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ചുരുക്കത്തിൽ ഇനി വരുന്ന വർഷങ്ങളിലും ഇനി 16ാം ധനകാര്യ കമ്മീഷനാണ് വരാൻ പോകുന്നത്. ആ കമ്മീഷൻ വരുമ്പോഴും ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒറ്റക്കാര്യം അരുൺ, ഇത് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് കേരളം എന്നൊരു സംസ്ഥാനം മാത്രമല്ലല്ലോ, എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നതിന്റെ ആകത്തുക എന്ന പക്ഷേ അതിന് പുറത്താണല്ലോ നിങ്ങൾ പലതും കൊടുക്കുന്നത്. ഉദാഹരണത്തിന് സർക്കാരിനായി പിരിഞ്ഞു കിട്ടുന്ന നികുതിക്ക് അപ്പുറമുള്ള സെസ്സുകളുണ്ടല്ലോ, ആ സെസ്സുകളൊന്നും ഇതിന്റെ പരിധിയിൽ വരുന്നില്ലല്ലോ. ആ സെസ്സുകൾ വഴിയല്ലേ വലിയ നികുതി കൊണ്ടുപോകുന്നത് കേന്ദ്രം. അല്ല, ഒറ്റക്കാര്യം പറഞ്ഞോളൂ. 10 സെക്കൻഡ് 10 സെക്കൻഡ്. അല്ല, ഒറ്റക്കാര്യം എനിക്ക് അതെ, അത്രേ ഉള്ളൂ. എനിക്ക് ബഹുമാനപ്പെട്ട അരുണിനോട് പറയാനുള്ളത്, പ്രകാശ് മാഷോടും സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ശ്രീ CP ജോൺ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പൊതുവായി കേരളത്തിന് ആകെ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഹെഡുകളിലെ അക്കൗണ്ടിൽ നിന്ന് കേരളത്തിന് കിട്ടാൻ കഴിയുന്ന എമൗണ്ടുകൾ എത്രയാണ് എന്നുള്ളത് അടുത്ത ബജറ്റിൽ പദ്ധതി അവതരിപ്പിക്കട്ടെ കേരളം, അത് നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കട്ടെ, അതിന്റെ നടപടികളുമായി പോകട്ടെ. അത് ഇതില് കേന്ദ്ര ഗവൺമെന്റ് സമീപനമുള്ള ഒരു വ്യക്തമാണ്. 10ാം കമ്മീഷൻ 3.89% തന്നിരുന്ന നികുതി കേരളത്തിന്റെ വിഹിതം 1.9 ആയിട്ട് 15 പടിപടിയായിട്ട് കുറച്ചുകൊണ്ട് വരാൻ, അത് ഇനിയും കുറക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ഈ കേരളത്തിൽ അല്പം വികസനം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് കേരളത്തെ ശിക്ഷിക്കുക, ഈ സമീപനം സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്. അത് അവസാനിപ്പിക്കാൻ BJP-ക്കാരും കോൺഗ്രസ്സുകാരും അടക്കമുള്ള മലയാളിക്കാകെ ബാധ്യതയുണ്ട് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നന്ദി ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നന്ദി ശ്രീ CP ജോൺ, നന്ദി ശ്രീ M പ്രകാശ് മാസ്റ്റർ ചർച്ചയിൽ ചേർന്നതിന്.